MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി PBയിലെ ഏറ്റവും സീനിയറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അർഹതയുള്ള പോസ്റ്റാണത്. അർഹതയുള്ള ആളെ പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്തു. പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്നുള്ള ഉത്തമമായ പ്രതീക്ഷയിലാണ് എടുത്തിട്ടുള്ളത്. അത് സാക്ഷാത്കരിപ്പിക്കാനുള്ള കഴിവ് ബേബിക്കുണ്ട്. അങ്ങനെ സംഭവിക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നന്നായി വരുമെന്നാണ്. ബേബിയായിട്ടുള്ള ബന്ധം പക്ഷേ ഇന്നത്തെ മാധ്യമങ്ങളൊന്നും എടുത്തപ്പോൾ അവർക്കിതൊന്നും അറിയത്തില്ല. 1970 SFI രൂപീകരിക്കുന്ന സമയത്ത് ബേബി പ്രാക്കുള ഹൈസ്കൂളിൽ പഠിക്കുക. SFIയുടെ പ്രവർത്തകനാണ് അവിടുത്തെ. അപ്പോൾ ബേബിയെ സ്കൂളിൽ നിന്ന് എന്തോ നടപടിയെടുത്തു. അപ്പോൾ അത് പ്രതിഷേധിച്ച് പ്രാക്കുളം ജംഗ്ഷനോട് പൊതുയോഗത്തിൽ പ്രസംഗിക്കുക. SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്, ആദ്യത്തെ പ്രസിഡന്റ്. ഞാനും കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ KSYF എന്നൊരു യുവജന സംഘം, ഇത് DYFIയുടെ മുൻപുള്ളൂ. അതിൻ്റെ ഞാൻ കൊല്ലത്താണ്. കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് സാംബശിവനാണ്, പ്രകാദിയൻ. ഞാൻ SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിരിക്കാൻ ഞാൻ KSYFിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കാൻ പോയി. ബേബിയുടെ നേതൃത്വത്തിൽ കുറച്ചധികം കുട്ടികൾ പിന്നെ SFIയുടെ ഈ സുപ്രഭാതമൊക്കെ ആയിട്ട് അവർ സ്കൂളിൽ നിന്ന് ക്ലാസ് മുടക്കി വരുന്നുണ്ട്. അങ്ങനെയാണ് ബേബി ആദ്യം ഞാൻ കാണുന്നത്. പിന്നെ അവിടെ ആ ജംഗ്ഷനിൽ വലിയൊരു പൊതുയോഗം ചേർന്നു. അവിടെ ഞങ്ങളെല്ലാം പ്രസംഗിച്ചു. അവിടെ ബേബിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. വളരെ മികച്ച, ഒരിക്കലും ഞാൻ മറക്കാത്തൊരു പ്രസംഗമാണ്. അത് അത്ര ഗംഭീര. ഇന്ന് ബേബി വളരെ ആലോചിച്ചൊക്കെയില്ലേ സംസാരിക്കുന്നത്, അല്ല, അത് വേറെ ശൈലിയാണ്. ഭാഷയായാലും ആശയമായാലും അങ്ങനെയാണ്. പിന്നെ അദ്ദേഹം SN കോളേജ് പ്രീ ഡിഗ്രിക്ക് വന്നു. ഞാനപ്പോൾ SFIയുടെ ജനറൽ സെക്രട്ടറി ആയി സംസ്ഥാനത്തെ. ആ 70 തുടങ്ങിയ ബന്ധമാണ്. ഇപ്പോൾ 55 വർഷമായി. എനിക്കറിയില്ല, ഞാൻ മൊബൈൽ വിളിച്ചോന്നറിയില്ല. അതേപ്പറ്റി ഇനിയിപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല. അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ